ആദ്യ ദിവസം എന്തായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. നമ്മൾ ചെയ്യാൻ പോണത് അപ്പർ ബോഡി വർക്കൗട്ടാണ്. 4 വർഷം മുന്നത്തെ ആദ്യമാണിത്. പംകാറയിക്കാൻ ടൈമായി. അയ്യോ പൊളി മോനെ. ഹലോ ഗൈസ്, സോ നമ്മളെ അടുത്ത വ്ളോഗ് സെറ്റ് ആയിക്കണേ. സോ ഇന്ന് നമ്മളൊപ്പം ഉള്ളത് ആദിഗ്രോസും ഉണ്ട്, ശ്രേയാസും ഉണ്ട്. ശ്രേയാസിനൊപ്പം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്, ഇത് 2ാമത്തെ വീഡിയോ ആണ്. പിന്നെ ആദിഗ്രോസിനൊപ്പം എന്തായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇവർ പള്ളിമുക്ക് വന്നപ്പോഴത്തേക്ക് ഇവർ നേരെ എൻ്റെ ജിമ്മിൽ വരാൻ പറഞ്ഞു. നമ്മളിവിടെ ഒരു വർക്കൗട്ട് പെട്ടെന്ന് സെറ്റ് ചെയ്യണം. നമ്മൾ ചെയ്യാൻ പോണത് അപ്പർ ബോഡി വർക്കൗട്ടാണ്. അപ്പർ ബോഡി സാധാരണ നമ്മൾ ചെയ്യലില്ല, സാധാരണ ബ്രോഡ് സ്പ്ലിറ്റ് അല്ലെങ്കിൽ മറ്റേ പുഷ് പുൾ ലെഗ് അതൊക്കെ ചെയ്യൽ. കാരണം ഫുൾ വർക്കൗട്ട് നമുക്ക് എനർജി കിട്ടില്ല. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ വാമപ്പ് ചെയ്തു, പ്രീ വർക്കൗട്ട് തന്നെ നിൽക്കുകയാണ്. വീഡിയോ ഉണ്ടാക്കുക, എന്തായാലും യൂസ്ഫുൾ ആയി കാരണം. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് വർക്കൗട്ട് അപ്പർ ബാക്ക് ഫോക്കസ് ആയിട്ടാണ്. സീറ്റഡ് റോ നമ്മൾ ചെയ്യുന്നത് വൈഡ് ഗ്രിപ്പാണ്. 52 ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. വൈഡ് ഗ്രിപ്പ് നമ്മൾ ഈ ഗ്രിപ്പാണ് യൂസ് ചെയ്യുന്നത്. ഒരു 8 to 12 ഒരു ഫെയിൽ വരണം. 3 സെറ്റ്. 1 2 3 4 5 6 7 See. One more. Partially. One more. Wow. അടിപൊളി. ഫസ്റ്റ് വർക്ക് സെറ്റാണ്. Okay. 1 ചെസ്റ്റിനകത്ത് ലോക്ക്. യെസ്, അങ്ങനെ ഓട്ടെ. 2 3 അയ്യോ 4 അയ്യോ 5 അയ്യോ 6 7 8 റെഡി. അവിടെ 9 അവിടെ 10 11 യെസ്. പക്ഷേ ഓക്കെ. കുഞ്ഞില്ലേ ഞാൻ സെറ്റുണ്ട്. പൊളിയാനായിട്ടുള്ളൂ. ഹോക്ക് ഫിറ്റ്നസ് പോയില്ല നമ്മളെ. അല്ല, ബാംഗ്ലൂർ പോയപ്പോൾ ഫസ്റ്റ് ജിമ്മ് പോയിനി. അടിപൊളി ജിമ്മ്. 1 ക്ഷമാർക്ക് വെച്ചു. അപ്പർ ബാക്ക് ക്ഷമാർക്ക് എടുക്കോട്ടെ. അപ്പോൾ വലിക്കോണം ചെസ്റ്റ് നോക്കിക്കോ. ചെസ്റ്റ് നോക്ക്. ഷോൾഡർ ഇട്ടിട്ട് ചെസ്റ്റ് നോക്കുക. എത്രയായി? 8 മെല്ലെ വിട്ടാൽ മതി. 9 3 seconds വെച്ചാണ് മെല്ലെ വിടാം. 3 മതി. 1 2 ലാസ്റ്റ് 1. ഓക്കെ, അപ്പോൾ അടുത്തേക്ക് വെയിറ്റ് കൂട്ടണം. ഓരോരുത്തർക്ക് ഓരോ സ്ട്രെങ്ത് കയറാം. അപ്പോൾ വയസ്സായിട്ട് ഇങ്ങനെ വെയിറ്റ് കൂട്ടിയാണ് നോക്കാം. അപ്പോൾ എനിക്ക് പറ്റിയ വെയിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് അതിലേറെ വെയിറ്റ് പോകും. നമ്മൾ 15 ഫെയിലായി. ബ്രോ ഇത് ഇട്ടില്ലല്ലോ, ബോഡി ട്രാൻസ്ഫർമേഷൻ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ. ആദ്യം സ്കിന്നിയാണ് അല്ലേ? സ്കിന്നിയാണ് 45 kg ഉള്ളൂ. ഇപ്പം എത്ര ഉണ്ട്? 82. ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ. പീഡിസോ 1 2 3 4 5 6 അടി 7 അടിക്ക് 8 അടി one more അടി. ലാസ്റ്റ് partial enter 2 3 seconds. 1 2 3 yes 3 yes 4 yes 5
ആ 6 ഇവിടെ 7 ആ 8 ഇവിടെ 9 ഇവിടെ ആ പാസ് ഓക്കെ ഇവിടെ 1 ആ അധികം ചെസ്റ്റ് ഓടിക്കുക 2 ആയിവ ഫുൾ സ്ട്രെച്ച് ആ 3 ആയിവ 4 ആയിവ 5 6 മെല്ലെ 3 സെക്കൻഡ്സ് ആ 7 8 9 10 11 ഇവിടെ 12 30 ആ 40 ഓക്കെ വെയിറ്റ് കൂട്ടാ വെയിറ്റ് കൂട്ടിക്കോ ലാസ്റ്റ് സെറ്റാ ലാസ്റ്റ് സെറ്റ് സോ ലെറ്റ്സ് ഗോ ഫോർ ദ ലാസ്റ്റ് സെറ്റ് അയ്യോ വെയിറ്റ് മാറ്റിയില്ല 52 ഇല്ല 59 ആക്കിയാൽ മതി ലാസ്റ്റ് സെറ്റ് ലാസ്റ്റ് സെറ്റ് ബെസ്റ്റ് സെറ്റ് ബ്രോ ഓ സ്ലോ 3 ഒന്നുകൂടെ പാർഷ്യലി ലാസ്റ്റ് സെറ്റാ പാർഷ്യലി man പൊളിഞ്ഞു come on let's go പഴയ ഫോട്ടോ oh ഭയങ്കര സ്റ്റിങ് ഇത് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയം പ്ലസ് ടു പ്ലസ് ടു ആയിട്ട് 4 വർഷമായി 4 വർഷത്തെ എങ്ങനെയാ consistency റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല consistency matters അത് കാണിച്ചു കൊടുത്തൊക്കെ ഞാൻ ഇതുവരെ ഡെഫിസിറ്റ് പോയിട്ടില്ല ഇല്ലല്ലേ നമ്മളെ കുഴപ്പമാണ് അതായത് ഒരു ഇൻഫ്ലുവൻസറൊക്കെ ഇത് കണ്ടോ 4 വർഷം മുന്നത്തെ ആദിലാണിത് ഞാനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും ഡെഫിസിറ്റ് പോവും മെയിൻറ്റെയിൻ ചെയ്യും ഡെഫിസിറ്റ് നല്ല രീതിക്ക് ലോസ് വരും സർപ്ലസ് പോകണമെങ്കിൽ 3 മാസമേ പോകുള്ളൂ അത് ഞാൻ ഇനി വീണ്ടും 4 യെസ് ഇവിടെ 5 ആ 6 എല്ലാം വിടാം ആ ഇവിടെ 7 എല്ലാം വിടാം ഒന്നുകൂടി പക്ഷേ കൂട്ടിയില്ലേ 1.5 കൂടുതലായി പോയില്ലേ സർപ്രൈസ് ചെയ്യുമ്പോഴേ എനിക്ക് തോന്നുന്നു മാക്സിമം നമുക്ക് ഈ ഒരു ഏജിൽ അല്ല സർപ്ലസ് നിൽക്കുകയാണെങ്കിൽ ഇതേപോലെ ചെയ്യുന്ന പോലെ ലോങ് ടേം നിൽക്കണം അതായത് നമ്മുടെ കോച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സർപ്ലസ് ബൾക്ക് സ്റ്റാർട്ട് ചെയ്യും ഒരു 3 മാസം ചെയ്ത് വെച്ചോ ശരിക്കും അതിലൊന്നും ഉണ്ടാവില്ല ഒരു 6 മാസം ആ 3 മാസം കഴിഞ്ഞിട്ട് നമ്മളൊരു 2 മാസം ചെയ്യണം ആ ഒരു ടൈം ഗ്യാപ്പിലാണ് നമുക്ക് 6 മാസം ബൾക്ക് പിന്നെ ഒരു മിനി കട്ട് ചെയ്യുക പിന്നെ ഒരു മാസം മിനി കട്ട് ചെയ്യുക പിന്നെ അങ്ങനെ ബൾക്ക് ചെയ്യുക പിന്നെ വീണ്ടും ഒരു 5 മാസം പ്രോപ്പറായി ബൾക്ക് ചെയ്യുക ഒരു മാസം മിനി കട്ട് ചെയ്യുക അപ്പോൾ എന്താ വെച്ചാൽ മാക്സിമം ഗ്രോത്ത് ഉണ്ടാവും നമ്മളിത് ഒരു 3 മാസം ബൾക്ക് ചെയ്യും പിന്നെ 3 മാസം കട്ട് ചെയ്യും അപ്പോൾ എന്താ വെച്ചാൽ ഗ്രോത്ത് ഉണ്ടാവില്ല ചില ലോസ് വരെ ഉണ്ടാവും യെസ് ലെറ്റ്സ് ഗോ ആ 1 ബാക്കിൽ ഹോൾഡ് ചെയ്തോ 2 മെല്ലെ വിടാം 3 മെല്ലെ വിടാം 4 മെല്ലെ വിടാം 5 6 7 സ്ലോ 8 സ്ലോ ആയി പോട്ടെ 9 10 ലാസ്റ്റ് 1 ആ സ്ലോ 12 30 2 more ലാസ്റ്റ് വൺ ഒന്നുകൂടെ ആയോ പാർഷ്യൽ ഓക്കെ 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 ഫൈൻ ന്യൂ ഇതുണ്ട് സീറ്റഡ് ഉണ്ട് സോ ഗൈസ് നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട് ബാക്കിന് 2ാമത്തെ വർക്കൗട്ടാണ് വി ആർ ഡൂയിങ് സീറ്റഡ് റോ നേരത്തെ നമ്മൾ ചെയ്തത് വൈഡ് ഗ്രിപ്പാണ് ഇത് നമ്മൾ ചെസ്റ്റ് സപ്പോർട്ടഡ് സീറ്റഡ് റോ ആണ് അപ്പോൾ കുറച്ച് കൂടുതൽ വെയിറ്റിൽ ഓടയാം അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ലാറ്റ്സ് മിഡ് ബാക്ക് ആ ലെവൽക്ക് അതിൽ കിട്ടാത്ത കുറച്ച് ബാക്കിൻ്റെ പാർട്ടുകൾ ഇതിന്മേൽ ഫോക്കസ് ചെയ്യും സോ അതോടെ നമ്മൾ ബാക്ക് ഫുൾ ലോഡാവും സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് സെറ്റ്
അപ്പോൾ സീറ്റ് റോൾ ചെയ്യുമ്പോൾ എല്ലാവരും ഈ ലെവലിക്ക് മാക്സിമം ഫ്രണ്ട് കയറുന്നാണ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ലാറ്റ്സ് നമുക്ക് അധികം ഫോക്കസ് കിട്ടില്ല. അപ്പോൾ ലാറ്റ്സ് നമുക്ക് അധികം ഫോക്കസ് കിട്ടണമെങ്കിൽ ഒന്ന് ബാക്ക് ഇരുന്നാണ്ട് ചെസ്റ്റിന് ടച്ച് ചെയ്താണ്ട് ഈ ലെവലിക്ക് ചെയ്ത് നോക്കാം. കുറച്ചും കൂടി ലാറ്റ്സ് ഫോക്കസ് ചെയ്യാൻ കഴിയും. 2 3 4 5 6 7 8 ഒന്നുകൂടെ പോ അടി പാർഷ്യലടി അവിടെ എൽബോസ് മാക്സ് ക്ലോസ് ചെയ്യാണ്ട് അയവ 1 2 അയവ 3 അയവ 4 5 യെസ് ഇവിടെ 6 ഇവിടെ 7 ഇവിടെ 8 യെസ് ഇവിടെ 9 ഇവിടെ 10 ഓക്കെ ഉണ്ട് നൈസില്ലേ. അതുപോലെ തന്നെ ഹൈറ്റ് നമ്മളാ ഒരു കൈൻ്റെ വലിപ്പം ഒക്കെ പലർക്കും പലതേക്കാരം. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കംഫർട്ട് ചെയ്യുന്ന പൊസിഷനിൽ കാലും ഒക്കെ വെച്ചാണ് ചെയ്യാം. സ്ലോ ആയി പോട്ടെ, ഹോൾഡ് ചെയ്യുക, സ്ലോ ആയി പോട്ടെ. എൽബോസ് ഇനി ക്ലോസ് ആകട്ടെ. ഇനി ക്ലോസ് ആവും എൽബോസ്. ചെസ്റ്റ് അപ്പ് ചെയ്താണ്ട് ഷോൾഡർ താഴ്ത്തിയിട്ട് വരാം. അയ്യോ വേണ്ട രാജമാർ എന്നാ മെല്ലെ വിടാം, ഹോൾഡ് ചെയ്യുക, മെല്ലെ വിടാം. ഒരു സെറ്റ് കഴിഞ്ഞു, നമുക്ക് 3 സെറ്റ് ചെയ്യാണ്ട് അത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ബൈ. സോ ഗൈസ് നമ്മൾ ലാസ്റ്റ് സെറ്റാണ്. കുറച്ച് ഹെവിയാണ് ബിക്കോസ് ഇതിലാണ് നമ്മൾ ശരിക്കും പുഷ് ചെയ്യുക. ഓക്കെ സോ ഒരു 8 reps മിനിമം കിട്ടണം. Are you ready? Are you ready? I'm ready. Then breathe. Breathe. Yes. Breathe. Yes. See. Close the 2 3 say 4 Aila say 5 say 6 ready 2 more last 2 yana mo ready support la one more last one say push onnoru po last set push partially Oh yeah. 2 yes Oh man, അത് നല്ല സെറ്റായിരുന്നു. സോ പമ്പ് കവർ അയക്കാനായിട്ടില്ല. നമ്മൾ ചെസ്റ്റിന് കളി അത് കഴിഞ്ഞിട്ട് ഷോൾഡർ കളിച്ചിട്ട് എന്നിട്ട് നമ്മൾ പമ്പ് കവർ അയക്കും. ഓക്കെ പക്ഷേ യാസിനെ വീർത്ത് നിൽക്കും. എൻ്റെ വയറാ വീർത്തേക്കണേ. ലൈറ്റ് വെയിറ്റ് ബേബി. ഉറക്കം വരുന്നു. എന്നടാ ബസ്സിൽ കുലുങ്ങി ഉറങ്ങിയില്ല. അയ്യോ അവിടെ 1 yes 2 yes 3 yes 4 yes 5 ഇവിടെ 6 2 more That's one more. Push. That's it. Yes. അതാണ്ടാ പമ്പ്. സോ ലാസ്റ്റ് സെറ്റ് വീട്ടിന് കൂട്ടിയിട്ടുണ്ടോ? 1 yes 2 3 4 3 2 1 yes 5 ഇവിടെ 6 slow 7 ഇവിടെ 8 ഇവിടെ 9 ഇവിടെ 2 more നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. കുറച്ച് ഹെവി ആയി പോയി. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. നമുക്ക് ചെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ചെസ്റ്റ് നമുക്ക് ഇൻക്ലൈൻ ചെസ്റ്റ് പ്രസ് ചെയ്യാണ്ട്
പിന്നെ ഷോൾഡറിന് ലാറ്ററൈസും ചെയ്യാണ്ട്, പിന്നെ ബൈസും ട്രൈസും ഓരോ കളികൾ വെച്ചാണ്ട് വർക്കൗട്ട് ഫിനിഷ്. ഓക്കെ, ഫുൾ അപ്പർ ബോഡി. യെസ്. സോ അവർ നെക്സ്റ്റ് വർക്കൗട്ട് ചെസ്റ്റിനാണ്. ചെസ്റ്റിന് ചെയ്യാൻ പോണത് ഇൻക്ലൈൻ ചെസ്റ്റ് പ്രസ്. നമുക്ക് ഒന്നെങ്കിൽ സ്മിത്ത് മെഷീനിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മെഷീൻ ഉണ്ടെങ്കിൽ ഇന്ന് ചെയ്യാം. ഓക്കെ, ഷോൾഡറിലോട്ട് ക്ലോസ് ആയി പിടിച്ചാൽ മതി. 5 6 7 പയ്യെ സ്പീഡിൽ പുഷ് ചെയ്യും. 9 10 11. ഓക്കെ, ഇപ്പോൾ വാമപ്പാണ്. പുതിയ വാമൻ്റ് ചെയ്യുമ്പോൾ ഒന്ന് വാമപ്പ് ചെയ്യണം നല്ലതാണ്. ജൽബോസ് നേരത്തെ ഫ്രണ്ട് കഴിച്ചോ? അയ്യോ, എന്താ പൊട്ടിയത്? കൊണ്ടുവയ്ക്കണ്ട, കുറച്ചുകൂടെ നല്ല നോക്കി വേണ്ടി ചെയ്തത് കുറച്ചുകൂടെ ക്ലോസ് ആയില്ലേ? ആ അയ്യോ, ആ നല്ല കറക്റ്റ് ചേച്ചി നോക്കട്ടെ. വാവ്, താത്തിക്കോ, ചെസ്റ്റ് പോയിക്കോ. അയ്യോ അയ്യോ കുറച്ച് സ്ട്രെച്ച് കിട്ടും. അല്ലേ, ഒത്തിരി താത്തണ്ട. അത് മറ്റേ താഴത്തെ ടച്ച് ആണ്. സ്ട്രെച്ച്. Yes. 2 4 5 So failure. Ready? Easy. Ready. Last one. ഒന്നുകൂടി ചെയ്യ്. പോക്ക്. ഒന്നുകൂടി ചെയ്യ്. ലാസ്റ്റ് one. കൊള്ളാം, നല്ല കൊണ്ടുണ്ട്. ക്ലോസേ പിടിച്ചോ, പക്ഷേ ക്ലോസേ പിടുത്തം ക്ലോസായത്. ഓക്കെ, ആ ഇവിടെ 1 ഇവിടെ 2 അയ്യോ 3 4 എൽബോസ് ബാക്ക് കൊണ്ട് ആലോചിക്കുന്ന അങ്ങനെ പോട്ടെ. 5 6 അയ്യോ 7 8 9 10 11. Yes, okay. Nice. Okay. Nice one. ഒന്ന് ക്ലോസ് ആയി പിടിച്ചത്. അയ്യോ യെസ് മെല്ലെ താഴ്ത്ത, സ്ലോ, മെല്ലെ താഴ്ത്ത, മെല്ലെ താഴ്ത്ത, മെല്ലെ താഴ്ത്ത. പിടിക്കണം. 2 3 speed pushing. 4 5 easy. Ready? 6 so 8 ready. Push. Ready? Last one. Ready? Ready. Fast. Ready? Oh man. Oh, Mumbai. Pump is very important. Pump is so good. Okay, what? 1 What? 2 3 4 5 6 8 9 10 11. Full stack.
ലാസ്റ്റ് സെറ്റ്. അലി എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത? അലി എങ്ങനെ എന്ത് അല്ല ചോദിച്ചാ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇതോ ജിമ്മോ 2019. ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13. അയ്യോ പിടിക്കാം. ഞാൻ 2019 പറയുമ്പോൾ അതിന് മുന്നേ ഒരു 3 വർഷം ഹോം വർക്കൗട്ട് ചെയ്തിന്. അതിന് അത്യാവശ്യം നല്ല രീതിക്ക് ചെസ്റ്റും ഇവൻ ജിമ്മിൽ ചെയ്യുമ്പോൾ എന്റെ ആപ്സ് ഒക്കെ ആഫ്റ്റർ ഫോട്ടോ പോലെ ഉണ്ട്. ആഫ്റ്റർ ഫോട്ടോ ഇൻസ്റ്റ എടുക്കാണ്ടേ ഇൻസ്റ്റ എടുക്ക്, അതിൽ ജിമ്മ് എടുക്ക്. അല്ലല്ല ഇവന്റെ ഇൻസ്റ്റാഗ്രാം എടുക്ക്. ഫസ്റ്റ് എടുക്കണ്ടോ ജിമ്മല്ലേ? അതിനായി ഫസ്റ്റ് ഫസ്റ്റ് ഡേ ജിമ്മ്. ഇതെന്റെ ആഫ്റ്റർ സ്റ്റാർട്ടിങ് പോയിന്റ്. ആപ്സും ഒക്കെ ഉണ്ട്. ഡെയിലി ഞാൻ എന്താ ചെയ്യാറിയോ, ഒരു 15 മിനിറ്റ് ആപ്സിന് കളിച്ചിന്. അത് കളിച്ചിട്ടൊന്നുമല്ല, കടന്നിട്ട് ജനറ്റിക്സ്. അവിടെ കാര്യം പറയാ, ഡെയിലി 15 മിനിറ്റ് ഞാൻ എന്ത് ചെയ്യും, ആപ്സ് വർക്കൗട്ട് ചെയ്യും. പിന്നെ ഹോം വർക്കൗട്ടിൻ്റെ ആപ്പിൾ ഉണ്ടാവുമല്ലോ, അത് ഡെയിലി ചെയ്യും. ഡെയിലി ഒരു ദിവസം ആപ്പിട്ട് ഞാൻ ചെയ്യും. ഇപ്പം ചെയ്യില്ല, ഇപ്പം ഞാൻ ചെയ്യലില്ല. അത് ചെയ്യാതെ നിന്നാണ് എന്ത് ചെയ്തു, കോറ് വീക്ക് ആയിക്കാണ്ട് ലോവർ ബാക്കും പേരാണ്. പാടില്ല. പണ്ട് പറഞ്ഞാൽ വീട്ടിൽ നിന്നല്ലേ വീട്ടിൽ നിന്ന് പറയുമ്പോൾ ഹോം വർക്കൗട്ട് ചെയ്യുമ്പോൾ അധികം ടെൻഷനും കൊടുക്കണില്ല. നമ്മൾ ജസ്റ്റ് ഒമ്പേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വീക്കിലി ചോയ്സ് ആക്കി. പക്ഷെ വീക്കിലി ചോയ്സ് നടക്കില്ല. അപ്പോൾ ഏത് ആപ്സ് നമ്മൾ ലാസ്റ്റിക്ക് വെക്കുമല്ലോ, കാഫ് പോലെയാണ്. ലാസ്റ്റിൽ വെച്ചാൽ ചെയ്യാൻ പോകും. ഞാൻ ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീട്ടിൽ ഗ്യാസ് ഊറ്റി നോക്കി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. എൻ്റെ കൈയൊക്കെ ഇരിക്കണം. ഓ ഇത് 2020 ഏതോ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ട്രാൻസ്മിഷൻ ഇറക്കാനും വരുന്നുണ്ട്. നമ്മുടെ അടുത്ത് ആളില്ലാത്ത എൻ്റെ പഴയ ഫോണത്തെ ഫോട്ടോസൊക്കെ പോയി. എനിക്ക് പഴയത് ഉണ്ടായിട്ടും കാര്യമില്ല. എനിക്കുണ്ടല്ലോ പഴയത് പറയാനില്ല. ഇല്ലാനെ ഫുള്ള് മസിൽ, അതായത് ഇങ്ങനെ കിട്ടണം, ഫ്ലക്സ് ചെയ്ത് കാണാൻ മസിൽ ഫുള്ള് സെറ്റ് ചെയ്യാനുള്ള ബോഡി. ഫസ്റ്റ് ഡേ ട്രൈസെപ്സ് വീഡിയോ അതിലുണ്ട്. ട്രൈസെപ്സ് അറിയാത്ത ഫോമൊന്നും അറിയില്ല, വെറുതെ ഇങ്ങനെ ആട്ടി വിടാണ്. അപ്പോഴേ ട്രൈസെപ്സ്, ചെസ്റ്റ്, ആപ്സ് ഒക്കെ തിക്നെസ് ഉണ്ട്. ഡയറ്റ് ഇല്ലാതെ ഒരു 3 വർഷം ഡയറ്റില്ലാതെ ഞാൻ എന്ത് ചെയ്തു, റിലേറ്റീവ് ജിമ്മാണ്. അപ്പോൾ റിലേറ്റീവ് ജിമ്മാകുമ്പോൾ നമുക്ക് എപ്പോഴും പോയി കളിക്കാം. ഭയങ്കര ഫ്രീഡാണ്. അപ്പം കോളേജ് കഴിഞ്ഞാൽ, സ്കൂൾ കഴിഞ്ഞാൽ നേരെ അവിടെ പോകും, കളിക്കും, പോവും, വീട്ടിൽ പോകും. ആ ഒരു ഇതിങ്ങനെ ഷൂട്ടിങ്ങനെ ഫോളോ ചെയ്തു. ഡയറ്റൊന്നും ഇല്ലാതെ തന്നെ ഗ്രോത്തൊന്നും. അതൊരു 2 വർഷമായിട്ടുള്ളൂ. 2 വർഷം. അപ്പം ഇൻസ്റ്റയിൽ വെറുതെ സ്റ്റോറി ഇടും. പിന്നെ ഇങ്ങനെ മസിൽ വൈസിൻ്റെ സ്പോൺസർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അത് കണ്ടാണ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഷിരാക്സ് ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് ഇവൻ മെസ്സേജ് ആയിരുന്നു ഫസ്റ്റ് ഗീവ് അവേ നടത്തുമ്പോൾ ഇവൻ പാർട്ടിസിപ്പേറ്റ്. അതുണ്ട്. ഫാസ്റ്റ് നപ്പിൻ്റെ ഒരു കൊളാബറേഷൻ കിട്ടി. അത് ചോദിച്ചാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടത്. എൻ്റെ 1 2 ready 6 7 ഒന്നുകൂടെ ഹാർഷൽ കേട്ടോ. ഓ മാൻ, എൻ്റെ കുഞ്ഞു. ഞാൻ ഇവൻ്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ടാണ് തുടങ്ങിയത്. അങ്ങനെയല്ല, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ പണ്ടത്തെ വീഡിയോസ് ആണ്. ഇവൻ്റെ നീ ഏതോ ജിമ്മിൽ പോയിട്ട് ഈ ബൈസ് അടിക്കുന്ന വീഡിയോസും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, വർക്കൗട്ട് വീഡിയോസ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അതൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റേ ട്രില്ലർ ആപ്പ് ഉണ്ട്, പാട്ട് എന്തൊക്കെ ആഡ് ചെയ്യാണ്ട് ഒന്നും ഇതില്ലല്ലോ. അതൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്കട്ടൊന്നും ഇല്ലാന്നേ. അപ്പം ഞാൻ തുടങ്ങിയിട്ടില്ല. അപ്പം നിന്റെ വർക്കൗട്ടൊക്കെ ഇങ്ങനെ ചെയ്യലുണ്ടായിരുന്നു. ഇവിടെ 2 yes 3 4 അയ്യോ 5 yes 6 7 8 ഇവിടെ come on up.
സോ ചെസ്റ്റിനുള്ള കിട്ടി നമ്മൾ ഷോൾഡർ. സോ ഗൈസ് നമുക്ക് അടുത്ത വർക്കൗട്ട് ഷോൾഡർ പ്രസ് നമ്മൾ സ്മിത്ത് മെഷീനാണ് ചെയ്യണത്. ഒരു സെറ്റ് അടിച്ചു, രണ്ടാം സെറ്റാണ്. കുറച്ച് ഹാർഡാണ്. അപ്പോൾ വിടുത്ത് നമ്മൾ ചൂസ് ചെയ്യുക. നമ്മുടെ ഈ ഒരു കൈ 9 ഡിഗ്രി ആ ലെവൽക്ക് ചൂസ് ചെയ്യാം. പിന്നെ പിടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കുന്നതിന് പകരം ഈ ലെവൽക്ക് വേണം വെക്കാൻ. അതായത് നേരെ ഇങ്ങനെ വെക്കുന്നതിന് പകരം ചെരിവിൽ ഈ ലെവൽക്ക് ബാർ കയറണം കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് റിസ്റ്റ് നമുക്ക് അധികം പണി വരാക്കുള്ളൂ. മറ്റേ നമുക്ക് റിസ്റ്റ് അധികം ഉണ്ടോ, റിസ്റ്റ് അധികം സ്ട്രെയിൻ വരും. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് റിസ്റ്റ് നമുക്ക് അധികം സ്ട്രെയിൻ വരില്ല. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, പിടിക്കാം, തിരിക്കുക, ഞാൻ പറഞ്ഞ പോലെ ഈ ലെവൽക്ക് വെക്കുക. അപ്പോൾ റിസ്റ്റ് എപ്പോഴും സ്ട്രൈറ്റ് ആയിക്കാരം. ചെസ്റ്റ് നോക്കിയിട്ട് Two more. Last one. അടി ഒന്നുകൂടെ പോ അടിച്ചോ. സീൻ പൊളിഞ്ഞ് അവിടെ ചെസ്റ്റ് അല്ല ഷോൾഡറാണ്. ചെസ്റ്റിനോട് അടച്ചാണ്. ഇല്ല, ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് 3 ചപ്പാത്തി, ചിക്കൻ കറി ബീഫ് കറിയും കഴിച്ച്. പിന്നെ ആണ് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനൊരു ബനാനയും ഒരു ആപ്പിളിൻ്റെ ഹാഫും കഴിച്ചു. ഒരു ആപ്പിളിൻ്റെ ഹാഫ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് കിട്ടിയതുകൊണ്ട്, എനർജി ബാർ കിട്ടിയതുകൊണ്ട് അതിന് കുറച്ച് കാപ്സ് കറി ഉണ്ടാവും. പിന്നെ നമ്മൾ കോച്ചിനോട് പറഞ്ഞതെന്ന് വെച്ചാൽ വർക്കൗട്ടിന് ഇടയിൽ കാപ്സ് വേണം. അപ്പോൾ അതിന് ഞാൻ സാധാരണ എന്താ ചെയ്യുക വെച്ചാൽ ബനാന സ്റ്റോക്ക് ചെയ്ത് വെക്കും, റോബസ്റ്റൊക്കെ. അതെന്ന് വെച്ചാൽ വിശക്കണ സമയത്ത് ഒന്ന് കഴിക്കും. ഇതല്ലേ 15 മിനിറ്റ്സിനുള്ളിൽ ഇതല്ലേ ബെറ്റർ. അത് അപ്പറേറ്റ് ചെയ്യാം, എങ്ങനെ കയറാം. കൈ കുറച്ച് ഇത് കുറച്ച് ഏത് ഇതോ, ഇത് സേഫാണ് കുറച്ച്. മറ്റേ എനിക്ക് ഇങ്ങനെ ഈ റേഞ്ച് മോഷനിൽ എനിക്ക് ഭയങ്കര കണ്ട് ഷോൾഡർ ഫീൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ചെയ്യാം. അതായത് ഷോൾഡറിന് കിട്ടും, പക്ഷേ കുറച്ച് റിസ്ക്കിയാണ്. മറ്റേ സേഫാണ്, സേഫാണ്. മതിയോ പ്രോപ്പർ ആണ്ട് 8 to 12. ഓക്കെ, കൈ എന്ന് പറഞ്ഞ കൈ അയ്യവാ അതന്നെ എൽബോസും ഫ്രണ്ടിക്ക് കളിക്കാണ്ട് 1 ഇവിടെ 2 എൽബോസ് എപ്പോൾ ഫ്രണ്ടിക്ക് വെച്ചോ അതേപോലെ 3 4 സ്ലോ ആയിട്ട് 5 6 7 8 9 പക്ഷേ മതി. ഓക്കെ, ഇപ്പോഴും റിസ്റ്റ് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഫാസ്റ്റ് ആക്കിയിട്ടാണ് ഫോക്കസ് ചെയ്യാൻ എല്ലാം ഇറക്കിയാൽ മതി. എന്നിട്ട് ആ ഫ്രണ്ടൽ ടോൺ തന്നെ പ്രസ് ചെയ്യാൻ നോക്കാം. എൽബോസും ഫ്രണ്ട് കൈയിട്ട് സംഭവം കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ഒന്ന് സ്ലോ ആക്കിയാൽ ഒന്നുകൂടി ബെറ്റർ ആവും. സെക്കൻഡ് സെറ്റ്, ലെറ്റ്സ് ഗോ. ഇവിടെ 1 2 3 യെസ് 4 5 6 7 8 9 10. Two more. Last two. Two. Easy. ഇവിടെ 11 12. Yes. അയ്യോ, നല്ല എനർജി കത്തുന്നത് മാം അല്ലേ? കൊള്ളാം, നല്ല വർക്കൗട്ട്. ഫ്രണ്ടിലോട്ട് നമ്മൾ അധികം ചെയ്യാത്തതാണ്, പക്ഷേ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. എന്തായാലും വർക്കൗട്ട് എന്തായാലും ഫ്രണ്ടിലോട്ട് കൊടുത്താലേ ശരിക്കും ഗ്രോ ആവുള്ളൂ. അത് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ അറിയാൻ കഴിയും. അതായത് ഇപ്പം ട്രൈസെപ്സ് അങ്ങനെ പിടിക്കുമ്പോഴും അതുപോലെ ചെസ്റ്റ് പിടിക്കുമ്പോഴും ഒക്കെ ആ ഫ്രണ്ടിലോട്ട് ശരിക്കും തള്ളി നിൽക്കും. അല്ലെങ്കിൽ നമുക്ക് ആ റൗണ്ട്നെസ് ഉണ്ടാവില്ല. എല്ലാവരും റൈറ്റ് മാത്രം പറയും, പക്ഷേ ഫ്രണ്ട് ബെൽറ്റും കൂടി വരുമ്പോഴാണ് ആ ഒരു 3 ബെൽറ്റും കൂടി കൂടുമ്പോഴാണ് ആ റൗണ്ട്നെസ് വരാം. അത് ഫോക്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സൈഡ് ബെൽറ്റിനെ നമുക്ക് ലാറ്ററൈസ് ചെയ്യാണ്ട് ഓടി കഴിഞ്ഞാൽ ഷോൾഡറും കഴിഞ്ഞു. പിന്നെ നമുക്ക് ബൈസും റൈസും വരെ വർക്കൗട്ട് ചെയ്താണ്ട് ഫിനിഷ് ചെയ്യാം. ഓക്കെ, പംകോർ അയക്കാൻ ടൈമായി. टाइम हो गया टाइम हो गया फेक नाटी अली रोड फेक नाटी वाली अली यहाँ से लाऊं
ഓ നിലമ്പൊക്കെ വെയിൻസൊക്കെ ആംസ് കളിച്ചില്ല. ആംസ് കളിച്ച് കഴിഞ്ഞാൽ സീനാവും. ആംസ് നമുക്ക് ആണെങ്കിൽ സ്കിപ്പ് അടിക്കാം, കാരണം ടൈം ഉണ്ടാവില്ല. സോ കഴിച്ച് നമുക്ക് 4 മണിക്ക് ഇനാഗ്രേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം ആംസ് അടിച്ച് കഴിഞ്ഞാൽ ഇനാഗ്രേഷൻ പോകാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പം ഈ ഷോൾഡർ കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പം സ്റ്റോപ്പ് ചെയ്യും. ആംസ് നമ്മൾ നാളെ ആംസും ആബ്സും നമ്മൾ നാളെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് 2 ദിവസം കൊണ്ട് 1 ദിവസം കളിക്കേണ്ടത് ഫിനിഷ് ചെയ്യും. അല്ലെങ്കിൽ ഫോക്കസ് നമുക്ക് കൊടുക്കാൻ പറ്റും ആംസിനപ്പം. മറ്റേ ഇന്ന് ആംസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റാக ഫോക്കസ് ചിലപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞോളന്നില്ല, കാരണം ഫുൾ എനർജി ഇല്ല നമുക്ക്. അപ്പോൾ നാളെ ആണെങ്കിൽ നമുക്ക് ഫുൾ എനർജി ഉണ്ടാവും. ആംസ് മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആംസ് പമ്പല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത പമ്പുണ്ട്. സോ ലാസ്റ്റ് സെറ്റ് ചെയ്യല്ലേ? ബാറ്ററീസ് നമ്മൾ സെറ്റ് ചെയ്തു. രണ്ടാമത് ചെയ്യാൻ പോണേ. ഓ അത് ഫ്രണ്ട് മറ്റേ ഇത് ചെയ്തിട്ടാണത്, ഷോൾഡർ പ്രസ് ചെയ്തില്ലേ? ആ ഷോൾഡർ പ്രസ് മറ്റേ ആ ഒരു പമ്പാണത്. എൻ്റെതോ? ഇത് എത്ര ഉണ്ടാവും? ഒരു 7 to 10 ഉള്ളിൽ ഉണ്ടാവും. എനിക്ക് അധികം ഫാറ്റ് കയറൂല, എത്ര കഴിച്ചു കഴിഞ്ഞാലും അങ്ങനെയാണ്. ബോഡി ടൈപ്പ് അങ്ങനെ ആയിപ്പോയി. ഇനി 10 സ്റ്റാർട്ട് ചെയ്യാം. 10, 7, 5, 2.5. പിന്നെ വെയിറ്റ് ഒന്നും ഇല്ലാതെ ഇല്ല, പമ്പായ അറിയില്ല. അങ്ങനെ രക്ഷയില്ല, വെയിറ്റ് രക്ഷയില്ല. അങ്ങനെ വെയിൻസ് പിന്നെ ഒരു ദിവസം ചെസ്റ്റിന് പുഷ് വർക്കൗട്ട് ചെയ്ത പോലെ ഇത് തരുന്നു, സ്ട്രെച്ച് മാർക്ക് തന്നത്. എന്താ ജെയ്ക്ക് ബെയിൻ്റെ ഒപ്പത്തിലെ ചെസ്റ്റ് വർക്കൗട്ടിൻ്റെ ഇതാണ് കാണുന്നത്, സ്ട്രെച്ച് മാർക്ക്. ഒറ്റ ദിവസം സ്ട്രെച്ച് മാർക്ക്. റൈസ് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ 30 റെപ്സാണ് ടോട്ടൽ. 30 റെപ്സാണ് 10, 10, 10. ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത് ഹെവിയസ്റ്റ് വെയിറ്റ്, പിന്നെ വെയിറ്റ് പകുതിയാക്കും, പിന്നെയും പകുതിയാക്കും. പകുതി അല്ലെങ്കിൽ പകുതിയാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്താണ്ട് മാക്സിമം ഡാമേജ് കൊടുത്തിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യും. അപ്പം ചെറുതായിട്ട് ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്യും. ഡംബൽ ഒന്ന് ഒരു ന്യൂട്രലായി വെക്കും, അതായത് പറ്റ സൈഡിക്കും അല്ല പറ്റ ഫ്രണ്ടിക്കും അല്ല, ന്യൂട്രൽ പൊസിഷനിൽ വെക്കും. എന്നിട്ട് നേരെ എൽബോസ് പൊക്കും. അതിന് കൂടുതൽ നമ്മൾ വെള്ളം പാരാൻ ട്വിസ്റ്റും കൊടുക്കും. ഫീൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൽബോസ് നേരെ സൈഡിലേക്ക് ഡ്രൈവ് ചെയ്യുക, അതിന് കൂടെ തന്നെ ഒരു ഡംബൽസ് ഒന്ന് ചെറിയ ട്വിസ്റ്റും കൊടുക്കുക. ഓക്കെ, സോ ഇങ്ങനെ വരും. 1, 2, 3, 4, 5, 6, 7, 8. 2 more. Last one. One, 2, 3, 4, 5, 6, 7, 8. 2 more. 9. That's it. 10. Oh my god. കത്തുന്നു. 1, 2, 3, 4, 5, 6, 7, 3 more. 8. 2 more. That's it. ഓ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ചെറിയ ബെൻഡ് കൊടുക്കണം, ചെറിയ സ്ട്രൈറ്റ് ആയി വെക്കും. എന്നിട്ട് നേരെ സൈഡ് 1, 2, 3, 4, 5, 6, 7, 8. 2 more. That's it. Flex. 1, 2, 3, 4, 5, 6, 7, 8. I did it straight. പമ്പ് നമുക്ക് ലാസ്റ്റും ജസ്റ്റും ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ അപ്പർ ബോഡി നമ്മൾ ഇതായിട്ടും കളിച്ചിട്ടില്ല, അത് ഫുള്ള് അപ്പർ ബോഡി നമ്മൾ ഒരു ദിവസം ഇതേ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ചെയ്യണേ. 1, 2, 3, 4, 5, 6, 7, 8, 9,
10. അയ്യോ അവിടെ ഓക്കെ 1 2 3 4 5 6 7 3 more. 8 9 10. അയ്യോ കൈ പോക്കില്ല. 1 2 3 4 5 6 7 8 9 10. 2.5 2.5 ഉണ്ട്. ഓർമ്മല്ലേ നമ്മൾ ചെയ്തത്? മറന്നുപോയോ? 1 2 3 4 5 6 7 8 9 10. ഇനി വെയിറ്റ് ഒന്നുമില്ല. കൈ സ്ട്രൈറ്റ് ആയിട്ട് പോട്ടെ. കൈ സ്ട്രൈറ്റ് അയച്ചോ. ആയി വാ. 2 4 5 6 7 8 9 10. അയ്യോ ഇനി വെച്ചേ. യെസ് ഓക്കെ അടിക്കല്ലേ. എനിക്ക് ആവോ 12 അടിക്കും. 15 എടുത്ത് നേരത്തെ. ഓക്കെ 1 എന്നാൽ കൈയോ സ്ട്രൈറ്റ് ആക്ക്. 3 ആയിവാ. 4 5 6 7 8 9 അയ്യോ One 2 3 4 5 6 7 8 come on 9 that's all. Ayo 5 okay 1 hey പൊങ്ങട്ടെ 2 3 4 മെല്ലെ ഇറക്കിയാൽ മതി. 6 7 8 വെള്ളം മാറി 10. ഓക്കെ കൈ സ്ട്രൈറ്റ് ആയി കേട്ടോ. കൈ സ്ട്രൈറ്റ് ചെയ്യാണ്ട് പോട്ടെ. 1 ആയിവാ. 2 3 4 മാക്സിമം പുറത്ത് പോയിട്. അവിടെ ശരിക്കും അവിടെ 8 9 അങ്ങനെ അയ്യോ വെയിറ്റ് ഉണ്ട്. കൈ സ്ട്രൈറ്റ് ആയി സ്ലോലി പോക്ക്. ആ ഷോൾഡറിനെ ഫീൽ ചെയ്ത് കാണാൻ പോക്ക്. 3 4 5 6 7 8 9 10. അയ്യോ ഫ്ലെക്സ് ചെസ്റ്റ് നോക്കിയിട്ട് ഈ വിങ്സുമൊക്കെ ഉണ്ട് ബൈസ് പ്രസ് ചെയ്യാം. വിങ്സുമൊക്കെ ബൈസ് പ്രസ് ചെയ്യാം. ഈ ചെസ്റ്റ് പോക്ക്. അയ്യോ സോ ഗൈസ് ദിസ് ഈസ് അവർ വർക്കൗട്ട്. നമ്മൾ ബൈസും ട്രൈസും കളിക്കാൻ ടൈമില്ല. അത് നമ്മൾ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പമ്പ് ചെക്ക് നടത്തിയിട്ട് എന്ത് ചെയ്യുക, വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. ഓക്കെ ഉണ്ട് ഒന്നുകൂടി. അയ്യോ പൊളി മോനെ. ബാക്കും റൈറ്റ് കോട്ടിട്ടാണ്. ഫസ്റ്റ് ഞാൻ പിടിച്ചു. ചിരിച്ചിട്ട് ജഡ്ജ് നോക്കിയിട്ട് അയ്യോ എന്നിട്ട് മറ്റേ ട്രാൻസിഷൻ ഇടും. എന്നിട്ട് ഒന്നും കൂടി ഈസി എടുക്ക്. അതേപോലെ ഒന്ന് ട്രൈസസ് ഒന്ന് കാണിച്ചിട്ട് ബാക്ക് വരും. നമ്മളെ ക്രിസ്മസ് ട്രീ കാണിക്കും. ട്രൈസസ് ഒന്ന് കാണിക്കും. ഇത് ടാച്ച് ഇനി ചെസ്റ്റും പൊക്കും. അയ്യോ വീണ്ടും അവിടുന്ന് പിന്നെയും ഇങ്ങോട്ട് ആക്കും. അങ്ങോട്ട് ആക്കിയിട്ട് അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട്. ഇത് കൈ നോക്കുക, ഹിപ്സ് നോക്കുക. അയ്യോ ഇത് വീണ്ടും ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാ. അതുകൊണ്ട് ഫസ്റ്റ് എടുത്ത അതേപോലെ തന്നെ. അയ്യോ മെൻസിക് അത്ലറ്റ് ശ്രേയാസ്. സോ ഗൈസ് നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞു.
ഞാൻ വർക്കൗട്ട് എങ്ങനെ വർക്കൗട്ട് 10 out of 10. 10 out of 10. അതായത് അപ്പർ ബോഡി നമ്മൾ ഇതായിട്ടും കളിച്ചിട്ട് അപ്പർ ബോഡിയെ ഫുള്ള്. അപ്പോൾ ഞാൻ ഇതായിട്ട് അങ്ങനെ അപ്പർ ബോഡി ഫുള്ള് കളിച്ചിട്ടില്ല. അത് ചെസ്റ്റും ബാക്കും ഷോൾഡറും ഒക്കെ പാടെ നമ്മൾ ഇതായിട്ട് കളിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് കളിച്ചു, നല്ല അടിപൊളി കഴിക്കണേ. ട്രൈസും ബൈസും കളിച്ചിട്ടില്ല, പക്ഷേ അതും അത്യാവശ്യം നമ്മൾ ഇത് എന്നാലും എന്ത് ചെയ്യും, ഞാൻ നാളെ എന്തായാലും ബൈസും ട്രൈസും അതുപോലെ തന്നെ ആപ്സും ഞാൻ നാളെ കളിക്കും. ഇന്നെന്തായാലും ബാക്കിയുള്ള മസിൽസൊക്കെ ഫുള്ള് പമ്പായി. മനസ്സിലേക്ക് ആ അതെ, അത് ചിരിച്ചിങ്ങ വരും. എന്നിട്ട് യെസ് പോസ്റ്റിങ് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പോസ് പിടിക്കാം. ചെസ്റ്റ്, സൈഡ് ചെസ്റ്റ്. ട്രൈസെപ്സ്. ആപ്സ് ആപ്സ് ഇല്ല ബ്രോ. ആപ്സ് ഫ്ലെക്സ് ചെയ്യുമ്പോൾ വന്നോളും. ബാക്ക് പിന്നെ സ്ട്രോങ് ഷയാസാണ്. സ്പ്രെഡ് ബാക്ക് ലീനേ. അയ്യോ, ഇതറിയില്ല എനിക്ക്. അത് ആദ്യം ആ ഷോൾഡർ ബ്ലേഡ്സ് ആദ്യം ഫ്രണ്ട് കാക്കാം, എന്നിട്ട് ബാക്ക് ലീൻ ചെയ്താൽ മതി. ബാക്ക് ലീനേ. ഓക്കെ, ബൈസ്. ഓ ആക്കിമോ ബൈസെപ്സിലോ? ആ വർക്കൗട്ട് കഴിഞ്ഞു. വർക്കൗട്ട് ചെയ്യാനപ്പോൾ ആദ്യ ദിവസം ഉണ്ടായിന്. ആദ്യം കമോൺ, വർക്കൗട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വർക്കൗട്ട് ഉഷാറാണ്. കൈ വേദനിക്കുന്ന അതിൽ മിഞ്ഞാന്ന് വർക്കൗട്ട് ചെസ്റ്റും ഷോൾഡറും ചെയ്തിട്ട് അപ്പം ഇനി ഒന്നും കൂടെ കമ്പൈൻ ചെയ്ത് ഇന്നും വീണ്ടും ഒന്ന് ലൈറ്റായിട്ട് നമുക്ക് കമ്പനി തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ വ്ളോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് ആളുടെ ജിമ്മാ. ഇത് ഗ്രോ ക്ലബ്ബാണ്, കൊല്ലത്താണ്, പള്ളിമുക്കിലാണ്. സോ അവർ ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ എങ്ങനെയുണ്ട് മെഷീൻസ്? ജിം അടിപൊളിയാണ്. മെഷീൻസ് നമുക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ലൈറ്റിങ്ങും ഉണ്ട്. സോ അടിപൊളിയായിരുന്നു വർക്കൗട്ട്. 4 മണിക്ക് നമുക്ക് ഇനാഗ്രേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് വർക്കൗട്ട് തീർത്താണ് പോകുന്നത്. സാധാരണ നമ്മൾ വർക്കൗട്ട് ഇത്രയ്ക്ക് സ്പീഡിൽ കഴിയില്ല. എന്താ ഇന്ന് പെട്ടെന്ന് തീർത്തു. വ്ളോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ അധികം വർക്കൗട്ടും ചെയ്തിട്ടില്ല, ചെയ്ത വർക്കൗട്ട് ഞാൻ പ്രോപ്പറായി ചെയ്തു, അത്രയ്ക്കേ ഉള്ളൂ. അതാണ് വേണ്ടി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓരോ വർക്കൗട്ടും ആ ഒരു മസിൽ ഫീൽ ചെയ്ത് കണ്ട് കറക്റ്റ് പ്രോപ്പർ ഫോമിൽ നമുക്ക് പട്ടിന് വെയിറ്റ് എടുത്തുകൊണ്ട് ചെയ്യാം, അല്ലേ? അത് കറക്റ്റ്. വെറുതെ ഷോൾഡറിനൊക്കെ 2 സെറ്റ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ ഫുൾ കിട്ടേണ്ട ആ സ്റ്റിമുലസ് കിട്ടിയതിൻ്റെ ഉറപ്പുവരുത്തി നമ്മൾ ഓവർ ട്രെയിൻ ചെയ്യാൻ പാടില്ല. സോ that's all for today. See you in the next vlog. Okay, bye.